സോ നമുക്കിന്ന് പഠിക്കേണ്ടത് ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിച്ചു. സെമി കണ്ടക്ടറിനകത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും പഠിച്ചു. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്ന സെമി കണ്ടക്ടറാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, പി ടൈപ്പും എൻ ടൈപ്പും. അതിനുശേഷം പി ടൈപ്പും എൻ ടൈപ്പും ഒരേ ക്രിസ്റ്റലിൽ ഡോപ്പ് ചെയ്ത് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടി. അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ഡിവൈസ് തന്നെയാണ്. ഇതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. 3 ടെർമിനൽ ഡിവൈസ്, 3 ടെർമിനൽസ് ഉണ്ടാവും. ഇപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിന് 2 ടെർമിനൽ, ഒരു പി റീജിയനും ഒരു എൻ റീജിയനും. ഇവിടെ 3 ടെർമിനൽ ഉണ്ടാവും. അത് നമുക്ക് 3 പേരിട്ട് വിളിക്കാം. എമിറ്റർ, അതിനകത്ത് ഒരു ടെർമിനൽ നമ്മൾ എമിറ്റർ എന്ന് വിളിക്കും, ഒരു ടെർമിനലിനെ ബേസ് എന്ന് വിളിക്കും, ഒരു ടെർമിനലിനെ കളക്ടർ എന്ന് വിളിക്കും. അങ്ങനെ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. പി ടൈപ്പും എൻ ടൈപ്പും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന, പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. വളരെ സ്മാൾ സൈസ് ആയിരിക്കും. ലാബിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്റർ 2 ടൈപ്പ് ഉണ്ടാവും. പി എൻ പി ട്രാൻസിസ്റ്ററും എൻ പി എൻ ട്രാൻസിസ്റ്ററും. പി എൻ പി ട്രാൻസിസ്റ്റർ ഉണ്ടാവും, എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഇവിടെ 2 ജംഗ്ഷനും കാണും, 2 പി എൻ ജംഗ്ഷൻ. അപ്പോൾ ട്രാൻസിസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ക്ലാസ്സിഫൈ ചെയ്യാം. പി എൻ പി ട്രാൻസിസ്റ്റർ എന്നും എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്നും. അപ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റലിനകത്ത് അതിന് 3 റീജിയൻ ഉണ്ടാവും. എൻ പി എൻ. നേരത്തെ 2 ഉണ്ടായിരുന്നു, ഒരു ക്രിസ്റ്റലിനകത്ത് ഒരു പി റീജിയൻ, ഒരു എൻ റീജിയൻ. ഇവിടെ ഇപ്പം 3 റീജിയൻസ് ഉണ്ടാവും. എൻ റീജിയൻ, പി റീജിയൻ, എൻ റീജിയൻ. അതിനകത്ത് സെന്ററിലുള്ള തിൻ ആയിട്ടുള്ള റീജിയൻ നമ്മൾ ബേസ് എന്ന് പറയും. ഒരു എൻഡിൽ കാണപ്പെടുന്ന ബേസിനേക്കാൾ തിക്കായിട്ടുള്ളത്, വൈഡർ ആയിട്ടുള്ളത്, എന്നാൽ കളക്ടറിനേക്കാൾ കുറവായിട്ടുള്ളതാണ് നമ്മൾ എമിറ്റർ എന്ന് പറയും. അവിടുത്തെ ഏറ്റവും വൈഡർ ആയിട്ടുള്ള റീജിയൻ അത് നമ്മൾ കളക്ടർ എന്ന് പറയും. പക്ഷേ ടെക്സ്റ്റുകളിൽ മിക്കവാറും ഇത് രണ്ടും ഒരേ സൈസിലായിരിക്കും വരച്ച് കാണിക്കുക. ബേസ് തിന്നായിട്ട് വരച്ച് കാണിക്കും, എമിറ്ററും കളക്ടറും ഒരേ സൈസിലായിരിക്കും. പക്ഷേ ആക്ച്വൽ കേസിനകത്ത് ഏറ്റവും വൈഡർ ആയിട്ടുള്ള റീജിയൻ ആണ് കളക്ടർ. അപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ വെച്ച് ഇതാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. എൻ പി എൻ ട്രാൻസിസ്റ്ററിനകത്ത് 3 ടെർമിനൽസ് ഉണ്ടാവും. ഒരു എമിറ്റർ ടെർമിനൽ ഉണ്ടാവും, ഒരു ബേസ് ടെർമിനൽ ഉണ്ടാവും, ഒരു കളക്ടർ ടെർമിനൽ ഉണ്ടാവും. ഇത് ബേസ് ഏറ്റവും തിന്നായിരിക്കും. ഒരു എൻഡിൽ കാണപ്പെടുന്ന റീജിയൻ ആയിരിക്കും എമിറ്റർ, ഓപ്പോസിറ്റിൽ കാണപ്പെടുന്നതായിരിക്കും കളക്ടർ. ഏറ്റവും സൈസ് കൂടിയത് കളക്ടറിനായിരിക്കും. അതുപോലെ പി എൻ പി ആകുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സെൻറ്ററിൽ എൻ ആയിരിക്കും, 2 എൻഡിലും പി ആയിരിക്കും. അപ്പോൾ ബേസ് എൻ ആയിരിക്കും. ഇവിടെ ബേസ് പി ആണ്, പി ടൈപ്പാണ്. ഇവിടെ ബേസ് എൻ ടൈപ്പാണ്. ഇത് കളക്ടർ, ഇത് എമിറ്റർ. അപ്പോൾ അങ്ങനെ ട്രാൻസിസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, പി എൻ പി ട്രാൻസിസ്റ്റർ ഉണ്ട്. എൻ പി എൻ ട്രാൻസിസ്റ്റർ ആയാലും പി എൻ പി ട്രാൻസിസ്റ്റർ ആയാലും 3 ടെർമിനൽസ് ഉണ്ടാവും, എമിറ്റർ, ബേസ്, കളക്ടർ. എൻ പി എനകത്ത് ഏറ്റവും തിന്നായിട്ടുള്ളത് ബേസ് ആയിരിക്കും. എൻ പി എൻ ട്രാൻസിസ്റ്ററിനകത്ത് നടുക്ക് വരുന്ന തിൻ റീജിയൻ ആയിരിക്കും പി ആയിരിക്കും, അത് ബേസ്. ഇവിടെ നടുക്കുള്ള തിൻ റീജിയൻ എൻ ടൈപ്പ് ആയിരിക്കും, അത് ആയിരിക്കും ബേസ്. ഇതാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്താണ്? പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം അവിടെ 3 ടെർമിനൽ ഉണ്ടാവും, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ നമുക്ക് 2 ടൈപ്പായിട്ട് തിരിക്കാം, പി എൻ പി എന്നും എൻ പി എൻ എന്നും. അവിടെ 2 ജംഗ്ഷൻ. നോക്ക്, ഇതൊരു ജംഗ്ഷനാണ്, എന്നും പി യൂണിറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പഠിച്ച പോലെ തന്നെ ഡിപ്ലീഷൻ ലെയർ, പൊട്ടൻഷ്യൽ ബാരിയർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയാം. എമിറ്റർ ബേസ് ജംഗ്ഷൻ, എമിറ്ററും ബേസും വെച്ചിട്ട് ജംഗ്ഷൻ. അതായത് അടുത്ത റീജിയനാണ് കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ 2 പി എൻ ജംഗ്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ പ്രത്യേകത. അപ്പം 3 ടെർമിനൽ ഡിവൈസ് ആണ്. ടെർമിനൽസിനെ നമ്മൾ എന്ത് പറയും? എമിറ്റർ എന്നും ബേസ് എന്നും കളക്ടർ എന്നും പറയും.
രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ പി എന്നും എൻ പി എന്നും രണ്ട് ജംഗ്ഷൻ ഉണ്ടാവും, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷൻ. ഇനി നമ്മളതിന്റെ 3 ടെർമിനലിന്റെ പ്രത്യേകത നോക്കിയാൽ എമിറ്റർ, ബേസ്, കളക്ടർ. നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ മിഡിൽ വരുന്ന റീജിയൻ, ഇത് ഒരു എൻഡിൽ അറ്റ് ഓൺ എൻഡ്, ഇത് ഓൺ അതർ എൻഡ് അല്ലേ. ഇനി സൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും തിന്നായിട്ടുള്ളതാണ് ബേസ്, ഏറ്റവും വൈഡറായിട്ടുള്ളതാണ് കളക്ടർ. എമിറ്ററിൻ്റെത് ബേസിനേക്കാൾ വലുതായിരിക്കും, പക്ഷേ കളക്ടറിനേക്കാൾ ചെറുതായിരിക്കും. ബേസിനേക്കാൾ വലുതായിരിക്കും, പക്ഷേ കളക്ടറിനേക്കാൾ ചെറുതായിരിക്കും. ഇതൊക്കെ ബേസ് സൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിയും ഇയും സിയും ടെർമിനൽസിന്റെ സൈസ്, ബേസിന്റെ സൈസ്, എമിറ്ററിന്റെ സൈസ് ബേസിനേക്കാൾ കൂടുതലായിരിക്കും, പക്ഷേ കളക്ടറിനേക്കാൾ കുറവായിരിക്കും. ഇനി നമുക്കറിയാം എൻ പി എൻ ട്രാൻസ്ഫർ ആണെങ്കിലും 3 രീതി ഉണ്ട്, എൻ പി എൻ. പി എൻ പി ആയാലും പി എൻ പി ഡോപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലേ. 13th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യുമ്പോഴാണ് പി ടൈപ്പ് ആയിട്ട് മാറുന്നത്, 15th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യുമ്പോഴാണ് എൻ ടൈപ്പ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലേ, എത്ര ചേർക്കണം, അവിടെ ഉള്ളത് പ്യുവർ സിലിക്കൺ ആയിരിക്കും ഇരിക്കുന്നത്, പ്യുവർ സിലിക്കണിലേക്ക് എത്ര ചേർക്കണം, നമ്മളതിന് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നോക്കും. അപ്പോൾ ഇത് ഒരേ കണക്കല്ല ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം എൻ പി എൻ ട്രാൻസ്ഫർ എടുക്കുമ്പോൾ എൻ പി എൻ ഇത്രയും ഭാഗത്തിന് 15th ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യണം, ഇത്രയും ഭാഗത്തിന് 13th ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യണം, ഇത്രയും ഭാഗത്തിന് 15th. പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ, പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിന്റെ 3 റീജിയൻസ്. അപ്പോൾ ഡോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, ഒരേ അളവിലല്ല. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച അതേ റേഷ്യോ ആയിരിക്കില്ല ഇവിടെ ഉപയോഗിക്കുന്നത്, അതേ റേഷ്യോ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഹെവി ഡോപ്പിംഗ്, എമിറ്ററിന്റെ കേസിനകത്തായിരിക്കും ഹെവി ഡോപ്പിംഗ്. ഒരു കള്ളക്കണക്ക് പറഞ്ഞാൽ 10⁻6:10 ഹെവി ഡോപ്പിംഗ്. ഇപ്പുറത്ത് പി ടൈപ്പ് ആക്കാൻ വേണ്ടി 10⁻6:1, ഇവിടുത്തത് 10⁻6:4. അപ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്യുന്നത് എമിറ്റർ റീജിയനാണ്, അതുകൊണ്ട് ഏറ്റവും ചാർജ് കാരിയേഴ്സ് കാണപ്പെടുന്നത് എമിറ്ററിലായിരിക്കും. ഏറ്റവും ലോ ആയിട്ട് ഡോപ്പ് ചെയ്യുന്നത് ബേസിനെയാണ്, അതുകൊണ്ട് ഏറ്റവും കുറച്ച് ചാർജ് കാരിയേഴ്സ് കാണപ്പെടുന്നത് ബേസിലായിരിക്കും. കളക്ടർ ബേസിനേക്കാൾ ഡോപ്പ് ചെയ്യും, പക്ഷേ എമിറ്ററിൻ്റെ അത്രയും ഡോപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഡോപ്പിംഗ് അളവ് നോക്കി കഴിഞ്ഞാൽ ഹെവി ഡോപ്പിംഗ് ആണ്, ഹെവി ഡോപ്പിംഗ് ആണ് എമിറ്റർ റീജിയൻ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചാർജ് കാരിയേഴ്സ് കാണപ്പെടുന്നത് എമിറ്ററിലായിരിക്കും. ലോ ഡോപ്പിംഗ് ആണ് ബേസ്, മോഡറേറ്റ് ആണ് കളക്ടർ എന്നാണ് ഈ ടെർമിന്റെ പ്രത്യേകത. അപ്പോൾ എമിറ്റർ ഹെവി ഡോപ്പിംഗ് ആയിരിക്കും, ബേസ് ലോ ഡോപ്പിംഗ് ആയിരിക്കും, കളക്ടർ മോഡറേറ്റ്. അപ്പം ഈ ഒരു റേഷ്യോ, ഇത് കൃത്യമായിട്ടുള്ള റേഷ്യോ അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ റേഷ്യോ ആണ്. പിന്നെ വ്യത്യാസമുണ്ട്, എൻ ടൈപ്പ് ആക്കണമെങ്കിൽ 15th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യണം, പി ടൈപ്പ് ആക്കണമെങ്കിൽ 13th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യണം, ഇത് 15th ഗ്രൂപ്പ്. അപ്പോൾ ഡോപ്പ് ചെയ്യുന്ന റേഷ്യോ ആണ്, ഇമ്പ്യൂരിറ്റി ചേർക്കുന്ന റേഷ്യോ ആണ് ഈ പറഞ്ഞത്. സിലിക്കൺ 10:6 സിലിക്കൺ ക്രിസ്റ്റലിന് 10, ഇവിടെ 10:6 ക്രിസ്റ്റലിന് 1 ആ റേഷ്യോയിലായിരിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എമിറ്റർ എന്നുള്ള പേര് വരാനുള്ള കാര്യം തന്നെ ഇതാണ്, കാരണം ഏറ്റവും കൂടുതൽ ചാർജ് കാരിയേഴ്സ് കാണപ്പെടുന്നത് എമിറ്ററിലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഡിവൈസിനകത്തുള്ള കറണ്ടിന് വേണ്ട ചാർജ് കാരിയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന റീജിയൻ ഇതാണ്, അതാണ് എമിറ്റർ, ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ഈ കറണ്ടിന്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത്. അവിടെ എത്തുന്ന എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് എത്തുന്ന ആൾ അവിടെ വെച്ചിട്ടാണ് 2 ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നത്, അതിന് ബേസ് എന്ന് പറയുന്നത്. ഇനി ബേസിനകത്ത് നമ്മൾ ലോ ഡോപ്പിംഗ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ, അതുകൊണ്ട് മാക്സിമം ആൾക്കാരും പോകുന്നത് ഇപ്പുറത്തെ റീജിയനിലേക്കായിരിക്കും. അപ്പം ചാർജ് ഇവിടെ നിന്ന് വരുന്ന ചാർജ് കാരിയേഴ്സിന്റെ ഭൂരിഭാഗം ആളിനെയും കളക്ട് ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, കളക്ടർ. അപ്പം ചാർജ് കാരിയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എമിറ്റർ, അത് 2 ഡിവൈഡ് ചെയ്യുന്ന പൊസിഷൻ ബേസ്, മാക്സിമം ഇവിടുന്ന് വന്ന മാക്സിമം ആൾക്കാരെയും കളക്ട് ചെയ്യുന്ന കളക്ടർ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ പേരുകൾ വന്നിരുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എൻ പി എൻ ട്രാൻസ്ഫർ എടുത്താലും പി എൻ പി ട്രാൻസ്ഫർ എടുത്താലും
അവിടെ 3 റീജിയൻ ഉണ്ട്. എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ. 2 ജംഗ്ഷൻ ഉണ്ട് അല്ലേ? എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. അപ്പോൾ നമുക്ക് ഒരു ജംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ബയാസ് ചെയ്യാം അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ചെയ്യാം. പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഒരു പി എൻ ജംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ബയാസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിവേഴ്സ് ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്ടറിനെ പോലെ ആക്ട് ചെയ്യും. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ 2 ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടിടത്ത് ബയാസ് ചെയ്യേണ്ടി വരും. ഇതിനെ എമിറ്റർ ബേസിനെ ബയാസ് ചെയ്യണം. അപ്പോൾ ഇതിന് കുറുകെ സെല്ല് കണക്ട് ചെയ്യണം. കളക്ടർ ബേസിനെ ബയാസ് ചെയ്യണം. അപ്പോൾ ഇതിന് കുറുകെ സെല്ല് കണക്ട് ചെയ്യണം. എമിറ്റർ ബേസിനെ ബയാസ് ചെയ്യണം, കളക്ടർ ബേസിനെ ബയാസ് ചെയ്യണം. അപ്പോൾ 2 സെല്ലുകൾ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ 2 സെല്ലൊക്കെ പറഞ്ഞത്. ആക്ച്വലി നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് 2 സെല്ലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനെ ബയാസ് ചെയ്യാൻ വേണ്ടി ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്യും. കളക്ടർ ബേസ് ജംഗ്ഷനെ ബയാസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കണക്ട് ചെയ്യും. ഇനി എമിറ്റർ ബേസ് ഒരു പി എൻ ജംഗ്ഷൻ ആണ്, കളക്ടർ ബേസ് ഒരു പി എൻ ജംഗ്ഷൻ ആണ്. അപ്പം ഇവിടെ ഫോർവേഡ് ബയാസും ചെയ്യാം, റിവേഴ്സ് ബയാസും ചെയ്യാം. ഇവിടെയും ഫോർവേഡ് ബയാസ് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം? റിവേഴ്സ് ബയാസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ മാറും, ട്രാൻസിസ്റ്ററിന്റെ സ്റ്റേറ്റ് മാറും. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. എമിറ്റർ ബേസ്, കളക്ടർ ബേസ്, ട്രാൻസിസ്റ്റർ സ്റ്റേറ്റ്. എമിറ്റർ ബേസിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു, കളക്ടർ ബേസിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു. ഇവിടെയും ഫോർവേഡ് ബയാസിംഗ് ഉപയോഗിക്കുന്നു, ഇവിടെയും ഫോർവേഡ് ബയാസിംഗ് ഉപയോഗിക്കുന്നു. അതിനെ നമ്മളറിയാം, പി റീജിയനെ ഹയർ വോൾട്ടേജ് ആയിട്ടും എൻ റീജിയനെ ലോവർ വോൾട്ടേജുമായിട്ട്, അല്ലെങ്കിൽ പി എ പോസിറ്റീവായിട്ട് എന്നിനെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. അത് പറയാനുള്ള എളുപ്പത്തിന് ആക്ച്വൽ പറഞ്ഞാൽ പി റീജിയൻ ഹയർ വോൾട്ടേജുമായിട്ടും എൻ റീജിയനെ ലോവർ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യണം. 2 ഫോർവേഡ് ബയാസിംഗ്. 2 ഫോർവേഡ് ബയാസിംഗ് ആകുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സ്റ്റേറ്റിനെ നമ്മൾ സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയും. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥയാണ്. അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, കറണ്ടിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥയാണ്. 2 ജംഗ്ഷനും ഫോർവേഡ് ബയാസ് ആകുമ്പോൾ 2 ജംഗ്ഷനും കണ്ടക്ടറിനെ പോലെ ആക്ട് ചെയ്തിട്ട് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥ. ഇനി എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിംഗിലും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസിംഗിലും ആക്കാം. അപ്പോൾ നമ്മൾ അതിനെ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിംഗിലും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസിംഗിലും ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് എമിറ്റർ ബേസിന് ഫോർവേഡ് ബയാസ്, കളക്ടർ ബേസിന് റിവേഴ്സ് ബയാസ്. ഇവിടെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് അവിടുത്തെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കറണ്ടിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആംപ്ലിഫിക്കേഷൻ ആണ്. അത് വഴി നമുക്ക് പറയാം. ആംപ്ലിഫിക്കേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിംഗിലും കളക്ടർ ബേസ് എന്തിലും ആയിരിക്കണം? റിവേഴ്സ് ബയാസിംഗിലും ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ നമുക്ക് ട്രാൻസിസ്റ്ററിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് സ്റ്റേറ്റിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എമിറ്റർ ബേസിനെ ഫോർവേഡ് ബയാസിലാക്കുക, കളക്ടർ ബേസിനെ റിവേഴ്സ് ബയാസിലാക്കുക. കാരണം എമിറ്റർ ബേസ് ഒരു പി എൻ ജംഗ്ഷൻ ആണ്, കളക്ടർ ബേസും ഒരു പി എൻ ജംഗ്ഷൻ ആണ്. ഇനി രണ്ടും റിവേഴ്സ് ബയാസ്. എമിറ്റർ ബേസും എമിറ്റർ ബേസും കളക്ടർ ബേസും രണ്ടും റിവേഴ്സ് ബയാസ് ആണ്. നമ്മൾ അതിനെ കട്ട് ഓഫ് എന്ന് പറയും. കാരണം ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത അവസ്ഥ, പിന്നെ മൈനോറിറ്റി ചാർജ് കാര്യമുള്ള കറണ്ട് കാണും, അത് പോട്ടെ. രണ്ടും റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഈ ജംഗ്ഷനും ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യും, ഈ ജംഗ്ഷനും ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇല്ലാത്ത അവസ്ഥ നമ്മൾ എന്ത് പറയും? കട്ട് ഓഫ് എന്ന് പറയും. പിന്നെ നമുക്ക് വേണ്ടത് ആക്റ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു സംശയം വരും, എമിറ്റർ ബേസ് റിവേഴ്സ് ബയാസിലും കളക്ടർ ബേസ് ഫോർവേഡ് ബയാസിലും അത് ആക്റ്റീവ് സ്റ്റേറ്റിന് അത്ര പോലെ ഉപയോഗം കാണത്തില്ല. കാരണം 2 ജംഗ്ഷൻ തന്നെയാണ്. കാരണം എമിറ്റർ ഏറ്റവും കൂടുതൽ ചാർജ് കാര്യേഴ്സ് ഉള്ള എമിറ്ററിലാണ്. അപ്പോൾ അതിനെ ഫോർവേഡ് ബയാസിലാക്കിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റേറ്റ് നമുക്ക് വേണ്ട. ഇതിൻ്റെ മറ്റൊരു ഫോം തന്നെയാണത്. പക്ഷെ ഇത്രയും യൂസ്ഫുൾ അല്ല തന്നെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ സാച്ചുറേഷൻ, ആക്റ്റീവ്, കട്ട് ഓഫ്. അപ്പോൾ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ജംഗ്ഷനും ഫോർവേഡ് ബയാസിലാണ്. ട്രാൻസിസ്റ്ററിൽ കൂടി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥ. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിലും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസിലും. ഇനി ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലാണെന്ന് പറഞ്ഞാൽ 2 ജംഗ്ഷനും റിവേഴ്സ് ബയാസിലാണ്, അതായത് കറണ്ട് ഇല്ലാത്ത അവസ്ഥ. പിന്നെ നമുക്ക് വേണ്ടത് ആക്റ്റീവ് സ്റ്റേറ്റ് ആണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ആക്റ്റീവ് സ്റ്റേറ്റിലെ വർക്കിംഗ്. ഈ വർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ ട്രാൻസിസ്റ്ററിന്റെ ആക്ച്വൽ വർക്കിംഗ് അല്ല ഞാൻ പറയുന്നത്, ട്രാൻസിസ്റ്ററിന്റെ യൂസ് അല്ല നമ്മൾ പറയുന്നത്. ട്രാൻസിസ്റ്റർ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതല്ല, ട്രാൻസിസ്റ്ററിന്റെ അവസ്ഥ ഈ ആക്റ്റീവ് സ്റ്റേറ്റിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്റ്റീവ് സ്റ്റേറ്റിൽ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഈ ആക്റ്റീവ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ അവിടെ ഒരു കറണ്ടിന്റെ ഫ്ലോ ഒക്കെ കാണും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എളുപ്പം എൻ പി എൻ ട്രാൻസ്ഫർ ആണ്. കാരണം എൻ പി എൻ ട്രാൻസ്ഫർ ആകുമ്പോൾ എൻ ടൈപ്പ് ആണ്. എൻ ടൈപ്പ് ആകുമ്പോൾ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ വരാനാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എൻ ടൈപ്പ്, ഇത് പി ടൈപ്പ്, ഇത് എൻ ടൈപ്പ്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിലാവണം. ഫോർവേഡ് ബയാസിലാണെങ്കിൽ എന്നിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും പി എ പോസിറ്റീവുമായിട്ടും. അപ്പോൾ പി എ പോസിറ്റീവായിട്ടും എന്നായിട്ട്. ഇവിടുത്തെ പ്രത്യേകം എന്താണ്, ഇവിടെ ഹെവി ഡോപ്പ്, ഇത് എമിറ്റർ ആണ്. ഹെവി ഡോപ്പിംഗ് ആയതുകൊണ്ട് ഒരുപാട് ചാർജ് കാരിയേഴ്സ് കാണും. ചാർജ് കാരിയേഴ്സിന്റെ അളവ് വളരെ കൂടുതലായി. ഇനി ബേസ് പി ടൈപ്പ് ആണ്. പി ടൈപ്പ് ആകുമ്പോൾ ഹോളുകളാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പിനകത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അവിടെ ഹോളുകളുണ്ട്, പക്ഷെ അളവ് വളരെ കുറവാണ്. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോളുകളാണ്, പക്ഷെ ലോ ഡോപ്പിംഗ് ആയതുകൊണ്ട് കുറച്ച് ഹോളുകളെ കാണപ്പെടത്തുള്ളൂ. കളക്ടർ എൻ ടൈപ്പ് ആണ്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, പക്ഷെ എമിറ്ററിന്റെ അത്രയും ഡോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എമിറ്ററിന്റെ അത്രയും ചാർജ് കാരിയേഴ്സ് ഇവിടെ കാണത്തില്ല, അതിനേക്കാൾ കുറവായിരിക്കും. ഈ കളക്ടർ ബേസ്, അപ്പം എന്ത് ചെയ്തു, എമിറ്റർ ബേസ് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തു. കളക്ടർ ബേസ് നമുക്ക് റിവേഴ്സ് ബയാസ് ചെയ്യണം. റിവേഴ്സ് ബയാസ് എന്ത് ചെയ്യണം, എൻ റീജിയന് പോസിറ്റീവ് കൊടുക്കണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എമിറ്റർ ബേസ് ജംഗ്ഷന് കുറുകെ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ വോൾട്ടേജ് ആണ് കളക്ടർ ബേസ് ജംഗ്ഷന് കുറുകെ കൊടുക്കുന്നത്. റീസൺ ഒക്കെ നമ്മൾ വർക്കിംഗ് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പം ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ എടുക്കുന്നു. അപ്പോൾ എമിറ്റർ എൻ ടൈപ്പ് ആയതുകൊണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ബേസ് പി ടൈപ്പ് ആയതുകൊണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോളുകളായിരിക്കും. കളക്ടർ എൻ ടൈപ്പ് ആയതുകൊണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. എന്നിട്ട് എമിറ്റർ ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബയാസ് ചെയ്യുന്നു. അതിന് പി റീജിയനെ പോസിറ്റീവുമായിട്ടും എൻ റീജിയൻ നെഗറ്റീവുമായിട്ടും. കളക്ടർ ബേസ് നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുന്നു. അപ്പോൾ എൻ ടൈപ്പിന് പോസിറ്റീവുമായിട്ടും പി ടൈപ്പിന് നെഗറ്റീവുമായിട്ടും. ഇനി നോക്ക്, ഇവിടെ നല്ല നെഗറ്റീവ് ഇവിടെ വരും ഈ പൊട്ടൻഷ്യൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസിന് എന്തുണ്ടാകും, റിപ്പൽഷൻ ഉണ്ടാകും. റിപ്പൽഷൻ ഉണ്ടാകും, സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പി റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പൊട്ടൻഷ്യൽ ബാരിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ പൊട്ടൻഷ്യൽ ബാരിനേക്കാൾ കൂടുതലായി കൊടുക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടെ സംഭവിക്കും, നമ്മളൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിയുമ്പോൾ എൻ റീജിയനുള്ള ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്ക് തള്ളും, ബേസിലേക്ക് തള്ളും. അപ്പോൾ എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് പോകും. അതിനെ നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയും. ആ കറണ്ട് നമ്മൾ എന്ത് പറയും, എമിറ്റർ കറണ്ട്. കാരണം ചാർജിന്റെ ഫ്ലോ ആണല്ലോ. അപ്പോൾ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ഉണ്ടാകുന്ന ആ ഫ്ലോയെ നമ്മൾ എന്ത് പറയും, എമിറ്റർ കറണ്ട് എന്ന് പറയും. എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ഉണ്ടാകുന്ന ആ ഫ്ലോയെ നമ്മൾ എന്ത് പറയും, എമിറ്റർ കറണ്ട് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺസ് പോകുന്നത് അങ്ങോട്ടേക്ക് ബേസിലേക്കാണ്. പക്ഷെ നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ്. കറണ്ടിന്റെ ഡയറക്ഷൻ പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ്. അപ്പം ഇലക്ട്രോൺസ് അങ്ങോട്ടാണെങ്കിലും കറണ്ട് തിരിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ തിരിച്ചൊരു കറണ്ട് കാണും, എമിറ്റർ കറണ്ട്. ഐ സഫിക്സ് ആയിട്ട് ഇ, ഐ ഇ, എമിറ്റർ കറണ്ട്. എമിറ്റർ കറണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ബേസിലേക്ക് എത്തി. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ബേസ് ലോ ഡോപ്പിംഗ് ആണ്, കുറച്ച് ചാർജ് കാരിയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എമിറ്ററിൽ നിന്ന് ചെല്ലുന്ന എല്ലാ ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ട ഹോളുകൾ അവിടെ ഇല്ല. അപ്പം എന്ത് ചെയ്യും, ഈ ചെല്ലുന്നതിനകത്ത് കുറച്ച് പേര് മാത്രമേ എന്ത് ചെയ്യൂ, ബേസിലെ ഹോളുകളുമായി കമ്പൈൻ ചെയ്തിട്ട് ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകും. ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിനകത്ത് കയറിയിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അതിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എമിറ്ററിൽ നിന്ന് ഇപ്പം ഈ പറഞ്ഞ 3, 3, 6, 3, 12 ഇലക്ട്രോൺസ് അവിടെ ചെന്നു. പക്ഷെ ആ 12 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ട ഹോളുകൾ അവിടെ ഇല്ല. 4 ഹോളുകളേ ഉള്ളൂ. അപ്പോൾ ഈ 12 എണ്ണത്തിനകത്ത് 4 മാത്രമേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുള്ളൂ. ആ 4 പിന്നെ എന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഹോളുകളിൽ കയറിയിരിക്കും. ആ ഹോളുകളിനകത്തുള്ളതിനെ പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യും. വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറണ്ട് നമ്മൾ ബേസ് കറണ്ട് എന്ന് പറയും. എന്തോ ഒരു ബേസ് കറണ്ട് എന്ന് പറയും. അപ്പം എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് എല്ലാം കൂടെ ബേസിലേക്ക് എത്തി. പക്ഷെ അതിനകത്ത് എല്ലാ ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? ബേസിന് പറ്റത്തില്ല. കാരണം ലോ ഡോപ്പിംഗ് ആണ്, തിൻ റീജിയനുമാണ്. കുറച്ച് പേരെ മാത്രം അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ബേസ് കറണ്ട് എന്ന് പറയും. അപ്പം ഇലക്ട്രോൺസ് പോകുന്നതാണ് ഹോളുമായി കമ്പൈൻ ചെയ്തിട്ട് പിന്നെ പോസിറ്റീവിലേക്ക് പോകും. ഇങ്ങനെ. പക്ഷെ ഡയറക്ഷൻ എങ്ങോട്ടേ പറയൂ? ഓപ്പോസിറ്റേ പറയൂ. IB ബേസ് കറണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ 12 4 മാത്രമേ ഇവിടെ അക്സെപ്റ്റ് ചെയ്തോളൂ. ബാക്കി 8 അവിടെ ഉണ്ട്. ആ 8 ആര് അക്സെപ്റ്റ് ചെയ്യും? ഈ കളക്ട്. അതിന് കാരണം എന്താണ് നോക്ക്. അപ്പൊ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ നോക്കാം. ഇത് റിവേഴ്സ് ബയാസിംഗ് ആണല്ലോ. റിവേഴ്സ് ബയാസിംഗ് ആകുമ്പോൾ ഈ പോസിറ്റീവ് ഇവിടെ വരും. ഈ പോസിറ്റീവ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ എല്ലാം ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രോൺസിനെ മുഴുവൻ റിമൂവ് ചെയ്യും. എന്നിട്ട് ഇതൊരു ഹൈലി പോസിറ്റീവ് റീജിയൻ ആയിട്ട് മാറും. ഇതെന്തായി മാറും? ഒരു ഹൈലി പോസിറ്റീവ് റീജിയൻ ആയിട്ട് മാറും. കാരണം ഇലക്ട്രോൺസ് എല്ലാം നഷ്ടപ്പെട്ടല്ലോ. N ടൈപ്പിനകത്ത് നമ്മൾ ഇലക്ട്രോൺസ് വരച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ നെഗറ്റീവ് ചാർജ് ഇല്ല. അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം ഈ ഇലക്ട്രോണിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആറ്റത്തിന് ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. നമ്മൾ അന്ന് പഠിപ്പിച്ചതാണ്. അപ്പം എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ മുഴുവൻ ഈ പോസിറ്റീവ് ചാർജിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ എന്തായി മാറി? ഇലക്ട്രോൺസ് ഇപ്പം ന്യൂട്രൽ ആയിട്ടിരുന്ന ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺസ് പോയത് കൊണ്ട് ഈ ഭാഗം എന്തായി മാറും? പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ഭാഗമായിട്ട് മാറും. അപ്പോഴേ എന്ത് പറയാമോ? ഇതാണ് റിവേഴ്സ് ബയാസിംഗ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം. അപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് എത്തുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോയി. ബാക്കി ഭൂരിഭാഗം ആൾക്കാരെയും ഇയാൾ വലിച്ചെടുക്കും. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കാനുള്ള കാര്യം മനസ്സിലായോ? എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് എത്തുന്ന ആളിന്റെ ഭൂരിഭാഗം ഇങ്ങോട്ടേക്ക് ചെല്ലണം? കളക്ടറിലേക്ക് ചെല്ലണം. എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് എത്തുന്ന ചാർജ് കാരിയേഴ്സിന്റെ മാക്സിമം ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ 2 ജംഗ്ഷനെ ക്രോസ് ചെയ്ത് അങ്ങ് എത്തണ്ടേ? 2 ജംഗ്ഷനെ ക്രോസ് ചെയ്ത് അങ്ങ് എത്തണമെങ്കിൽ ഹൈലി പോസിറ്റീവ് കൊടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സെല്ല് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള മാക്സിമം ആൾക്കാർ 12 ചെന്നതിനകത്ത് 4 അവിടെ പോയിട്ട് ബാക്കി 8 പേരും എന്ത് ചെയ്യും? കളക്ടറിലേക്ക് പോകും. എന്നിട്ട് സർക്യൂട്ടിനെ കൊടുക്കും. അതിന് നമ്മൾ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. എന്ത് പറയും? കളക്ടർ കറണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് പോകുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ ഡയറക്ഷൻ കൊണ്ടായിരിക്കും തിരിച്ചായിരിക്കും. പിന്നെ നമ്മൾ മൊത്തത്തിൽ വരച്ച I ഇങ്ങനെ വന്ന് ആ I സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് IB, ഇങ്ങോട്ടത്തേക്ക് IC ഇവിടെ വരുന്നു, IB ഇവിടെ വരുന്നു, വീണ്ടും കുടിച്ചത് I. ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് 3 കറണ്ട് കണ്ടെത്താൻ പറ്റും. കളക്ടർ കറണ്ട്. ഒരു ട്രാൻസ് എടുക്കുമ്പോൾ ഒരു ട്രാൻസിനകത്ത് 3 കറണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? എമിറ്റർ ബേസിനെ ഫോർവേഡ് ബയാസ് ചെയ്തു. കളക്ടർ ബേസിനെ റിവേഴ്സ് ബയാസ് ചെയ്തു. കളക്ടർ ബേസിനെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഈ കളക്ടറിനകത്തുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇയാൾ അബ്സോർബ് ചെയ്തിട്ട് ഈ ഭാഗം എന്തായി മാറും? ഹൈലി പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ എമിറ്റർ ബേസിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ബേസിലേക്ക് ഫ്ലോ ചെയ്യും. അതിന് നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയും. ഇലക്ട്രോൺസ് പോയത് അങ്ങോട്ടാണെങ്കിലും കറണ്ട് തിരിച്ചേ പറയത്തുള്ളൂ. അത് കറങ്ങി ഇങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പം എമിറ്ററിൽ നിന്ന് എത്തുന്ന മാക്സിമം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. വളരെ കുറച്ച് ആൾക്കാരെ മാത്രം കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങോട്ടത്തേക്ക് പോകും. അതിന് നമ്മൾ ബേസ് കറണ്ട് എന്ന് പറയും. ഡയറക്റ്റ് ഇലക്ട്രോൺ പോകുന്ന ഇങ്ങോട്ടാണെങ്കിലും ഡയറക്ഷൻ ഓപ്പോസിറ്റേ പറയത്തുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആൾക്കാരെ കളക്ടർ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ കളക്ടർ കറണ്ട് എന്ന് പറയും. ഡയറക്ഷൻ തിരിച്ചു വരും. അപ്പം ഈ IB, IC കൂടെ വന്ന് I. ആക്ച്വലി എമിറ്ററിൽ നിന്നുള്ള ആൾക്കാർ ചെന്നിട്ടാണ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് IC, IB ആയിട്ട് മാറുന്നത്. പക്ഷെ നമുക്ക് ഡയറക്ഷൻ തിരിച്ച് വരച്ച് കാണിക്കാറുള്ളതുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ I വന്നിട്ട് എന്ത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? IB, IC. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IE is equal to IB plus IC. ഒരു മെയിൻ ഇക്വേഷനാണ് നോക്കി വെച്ചത്. വളരെ നോക്കി വെച്ചാണ്. IE is equal to IB plus എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. നമ്മൾ നോക്കിയാൽ IB മൈക്രോ ആംബിയർ റേഞ്ചിലായിരിക്കും. മൈക്രോ ആംബിയർ 10⁻⁻⁶ ആംബിയർ. വളരെ കുറഞ്ഞ കറണ്ട് ആയിരിക്കും. കാരണം
കുറച്ച് പേര് മാത്രമേ ഡോപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം വളരെ കുറഞ്ഞ കറണ്ട് ആയിരിക്കും. ഐയും ഐ സിയും മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും. മില്ലി ആംബിയർ ആകുമ്പോൾ 10⁻³ അപ്പോൾ പക്ഷേ അത് ഏറ്റവും വലിയ കറണ്ട് ആയിരിക്കും ഐ, കാരണം അത് സ്പ്ലിറ്റ് ചെയ്തത് രണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഐ ബി മൈക്രോ ആംബിയർ ആയതുകൊണ്ട് ഐ അപ്രോക്സിമേറ്റ്ലി ഐ സിക്ക് തുല്യമായിരിക്കും. ഇവരെ വില ഏകദേശം ചെറിയൊരു ഈ ഒരു വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും ഏറ്റവും വലിയ കറണ്ട് ഐ ആയിരിക്കും, അതിനേക്കാൾ അല്പം കുറവായിരിക്കും ഐ സി, വളരെ കുറവായിരിക്കും ഐ. അപ്പോൾ ഏറ്റവും വലിയ കറണ്ട് എമിറ്റർ കറണ്ട്, അതിനോട് ഏകദേശം തുല്യമായിരിക്കും ഐ സി, വളരെ കുറവായിരിക്കും ഐ. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ്, ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ്. ഇതൊക്കെ പി എൻ പി ട്രാൻസിസ്റ്റർ വർക്കിംഗ് പറയാനേ ഉള്ളൂ. ഇലക്ട്രോൺസിന് പകരം ആരായിരിക്കുന്നേ ഉള്ളൂ? ഹോളുകൾ ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി ഇതിന്റെ സിമ്പൽ കൂടി പറയാം. അപ്പോൾ എമിറ്റർ കറണ്ടാണ് മെയിൻ കറണ്ട്, അത് വെച്ചിട്ടാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കറണ്ട് ഡയറക്ഷൻ വെളിയിലേക്കാണ് അല്ലേ, എമിറ്റർ കറണ്ട് വെളിയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയുമോ, എൻ പി എൻ ട്രാൻസിനെ വരയ്ക്കാനും പി എൻ പി ട്രാൻസിനെ വരയ്ക്കാനും ഒരേ സിമ്പിൾ, രണ്ടിനും ഒരേ വട്ടം. എന്നിട്ട് ബേസ് കാണിക്കാൻ വരാം, ഇത് ഇവിടെ ടച്ച് ചെയ്തത് ഇങ്ങനെ അയക്കണം. എമിറ്ററിനെ കാണിക്കുന്നത് ഇങ്ങനെ കളക്ടണം, ഇതും തമ്മിൽ ടച്ച്, ഈ രണ്ട് വരകളും തമ്മിൽ ടച്ച് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അപ്പോൾ ഈ മൂന്ന് വരകളും മൂന്നായിട്ട് നിൽക്കണം. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ. ഇത് എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഇവിടെ പി എൻ പി. അപ്പം ഇങ്ങനെ തിരിച്ചറിയും, രണ്ട് ഒരേ കണക്കരിക്കുകയല്ലേ. ഇവിടെ നോക്കി എമിറ്റർ കറണ്ട് വെളിയിലേക്കല്ലേ, അപ്പോൾ എമിറ്റർ കറണ്ട് വെളിയിലേക്കാണ് ആരോ മാർക്കിങ്. അപ്പം എൻ പി എന്നകത്ത് സോറി പി എൻ പിക്കകത്ത് എങ്ങനെയായിരിക്കും? പി എൻ പി. അപ്പം എപ്പോഴും കറണ്ട് പി ടു ആണ്, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ള അല്ലേ. അപ്പോൾ പി ടു ആണ്, അപ്പം ഹോളിൽ നിന്ന് എളുപ്പം ഇവിടെ അകത്തേക്ക്. അപ്പം ആരോ മാർക്ക് വെളിയിലേക്കാണെങ്കിൽ എൻ പി എൻ ട്രാൻസിസ്റ്ററും, ആരോ മാർക്ക് അകത്തേക്കാണെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്റർ, പുറത്തേക്കാണെങ്കിൽ എൻ പി എനും അകത്തേക്കാണെങ്കിൽ പി എൻ പി. ഇത്രയുമാണ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്.